ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നട്ട്സ്, കാരമലൈസ്ഡ് നട്ട്സ് വെച്ചിട്ടുണ്ട്. സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു ഫ്ലേവറും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ജസ്റ്റ് കുറച്ച് ക്രീം ഒന്ന് ടേൺ ടേബിൾ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും താഴ്ഭാഗത്തുള്ള ലെയർ തന്നെയാണ് താഴെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്പഞ്ച് ഇത് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ കേക്ക്, ഇത് നോർമൽ വാനില സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ഒരു കിലോ കേക്കിൽക്കാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ അവർ നമ്മൾ പഠിപ്പിക്കുന്നില്ല കേട്ടോ. അവിടെ എന്താ വെച്ചാൽ അവർ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് പോലത്തെ കാരമൽ സോസും അതുപോലെ തന്നെ ഈ നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യണതാണ്. ഇപ്പൊ ഒരു മാംഗോ കേക്ക് ആണെങ്കിലും അവർ മാംഗോന്റെ ക്രഷ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതുപോലത്തെ ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇത് നോർമൽ വാനില സ്പഞ്ചാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് 4-5 ഡ്രോപ്പ് ഈ ഒരു ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ ചേഞ്ച് ആയത് കണ്ടോ. ഇനി ഇത് വെച്ച് നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേക്ക് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രീം ഇട്ട് കൊടുക്കാം. അപ്പൊ ക്രീമിലും നമുക്ക് ഈ ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ഒന്ന് ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കേക്കിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ എടുത്ത ആവശ്യത്തിനുള്ള ക്രീം എടുത്തിട്ട് അതിന് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രീം ഇതുപോലെ കേക്കിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ കേക്കിന്റെ പുറത്ത് ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മുഴുവൻ ക്രീമിൽക്കും ഈ ഒരു കളർ, ഈ ഒരു ഫ്ലേവർ ഞാൻ ആഡ് ചെയ്യാം. ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ക്രീമിൽ വേണമെങ്കിലും ഇത് കുറച്ച് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ക്രീമിന്. ഇതിൽ ഞാൻ അങ്ങനെ ക്രീം ബീറ്റ് ചെയ്തിട്ടില്ല. പകരം ഇതിൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരമൽ സോസ്. ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നട്ട്സ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്ങിന്. സ്കോച്ച് കേക്ക് നമ്മൾ ചെയ്യുന്ന ബട്ടർ സ്കോച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കേക്കാണ് കേട്ടോ. അപ്പൊ ഫില്ലിങ് നമ്മൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ നല്ല ടോൾ കേക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് മാത്രം ഇവിടെ സൈഡിൽ ഫുള്ള് നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം മാത്രം ഉള്ളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ടോപ്പിലുള്ള ലെയറാണ് രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ കഴിഞ്ഞത് ചെയ്ത പോലെ തന്നെ നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ വെച്ച് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ കേക്കുകളും ചെയ്യണ പോലെ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 15 മിനിറ്റ് സെറ്റ് ആയതിനു ശേഷം നമുക്ക് എടുത്തിട്ട് ബാക്കി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഡിസൈനിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നോർമൽ ബട്ടർ സ്കോച്ച് കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസൈനത്തിനുണ്ടെങ്കിൽ ഈ ഫ്ലേവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇപ്പൊ ഞാനൊരു ബ്ലൂ കളറിലാണ് ഈ ക്രീം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ആദ്യം ഇതിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ഫ്രോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ലൈറ്റ് ബ്ലൂ കളറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഇപ്പൊ പൊതുവേ നമ്മുടെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചെങ്കിൽ ആരും ഇങ്ങനെ ബട്ടർ സ്കോച്ച് ആണെങ്കിലും മാംഗോ ആണെങ്കിലും അതിന്റെ സെയിം ഡിസൈൻ അവർക്ക് ഇഷ്ടാവില്ല. ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റും പ്രത്യേകിച്ചും ആർക്കും അവർ പുറത്ത് ചോക്ലേറ്റ് കവർ ചെയ്തൊന്നും കാണുന്ന ഇഷ്ടാവില്ല. അപ്പൊ നമ്മള് പ്രത്യേക എന്തെങ്കിലും കളറൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുക നമ്മുടെ കേക്കുകൾ. അതാകുമ്പോൾ കുട്ടികൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും കേട്ടോ. അത് അങ്ങനെ ഒരു ബ്ലൂ കളറിലാണ് നമ്മൾ ഇതിന്റെ പുറമെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീം എടുത്ത് ഇതിൽ കളർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പൈപ്പ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പുറമേ നമ്മൾ ക്രീം കോട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതല്ലാണ്ട് ജസ്റ്റ് നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ പുറത്ത് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്യരുത്. നിർബന്ധമായിട്ട് നമ്മൾ ഐസിങ് ബാഗ് യൂസ് ചെയ്യാം, പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം. ഈ പുറത്ത് കവറിന്റെ സമയത്ത് നമുക്ക് കുറച്ച് വലിയ പൈപ്പിംഗ് ബാഗ് വാങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പക്ഷെ ഡെക്കറേഷനൊക്കെ നമുക്ക് ചെറുതേ മതി ആവശ്യമുള്ളൂ. ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷിങ് ചെയ്തെടുക്കാം. കറക്കി കൊടുക്കുക. ഫിനിഷിങ് ആയിട്ട് വരും. സൈഡും അതുപോലെ ഒന്ന് ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ ആദ്യം നമ്മളൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഐസിങ് നൈഫ് വെച്ചപ്പോൾ തന്നെ സൈഡ് ഭാഗം മുഴുവനായിട്ടും കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേൺ ടേബിൾ എപ്പോഴും എടുക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തിരിയുന്ന ടേൺ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേക്ക് ഇതുപോലെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സൈഡൊക്കെ ഫിനിഷിങ്ങിനെയാണ്. ഞാൻ ജസ്റ്റ് സ്ക്രൈപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ സ്ക്രൈപ്പർ വെച്ചൊന്നത് അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. കേക്കിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട്. സൈഡ് മുഴുവനായിട്ടും കറക്റ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്നും കൂടെ ഫിനിഷിങ് ചെയ്തെടുക്കാം. നൈഫ് എപ്പോഴും ക്ലീൻ ചെയ്യാം.